നമ്മളുടെ പത്തനംതിട്ടയിൽ ദാരുണമായ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ, ഒരു കായിക താരമാണ്, ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ആ കുട്ടിയെ 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ 62-ലധികം ആൾക്കാർ ചേർന്നു സെക്ഷലി അബ്യൂസ് ചെയ്യുകയായിരുന്നു, പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു ന്യൂസാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു രോഗിയാണ്. ആ കുട്ടിയുടെ അച്ഛൻ മരുന്ന് കഴിച്ചിട്ട് നേരത്തെ രാത്രി കയറി കിടക്കും. ആ കുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഉപയോഗിച്ചായിരുന്നു ഈ കുട്ടി ഇത്രയും ആൾക്കാരുമായിട്ട് സംഭാഷണം നടത്തിയത്. ആ കുട്ടിയുടെ അമ്മയെ പറ്റി കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ആ കുട്ടിയുടെ ഫാമിലി ഒരു ബ്രോക്കൺ ഫാമിലി ആണെന്നുള്ളതാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഒരു അഡോൾസൻ സ്റ്റേജിൽ, അതായത് ഒരു 19 തൊട്ട് ഈ 11 തൊട്ടൊരു 19-18 വയസ്സ് വരെ ഈ സെക്ഷൽ ഡെവലപ്മെന്റും ഇമോഷണൽ മെച്യൂരിറ്റിയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നിഷ്കളങ്കമായ പ്രവൃത്തിയാണ് ഈ പെൺകുട്ടികൾ നടത്താറുള്ളത്. അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല, സെക്ഷൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അമ്മയുടെ ഒരു വലിയൊരു കെയർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഇൻവിജിലേഷൻ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ക്ലോസ് ഗാർഡിയന്റെ അല്ലെങ്കിൽ അമ്മമ്മയുടെയോ അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാരുടെ, ടീച്ചേഴ്സിന്റെയോ സംരക്ഷണം അത്യാവശ്യമാണ്. കാര്യം ഇതൊരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സമയമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം. നമുക്കറിയാം 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസ് എന്ന് പറയുന്ന പോസ്കോ ഒരു നിയമം ഇറങ്ങിയത്. ഈ നിയമത്തെ പറ്റി കൂടുതൽ ധാരണ ഒന്നും ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക് ഇല്ല. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, ഈയിടെ കൺസെപ്റ്റ് അല്ല, ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കോട്ടയത്ത് ഒരു സംഭവം നടന്നു. ഇവിടെ 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നട്ടുച്ച സമയത്ത് ഒരു ബൈക്കില് ബാഗും തൂക്കി, സ്കൂൾ ബാഗും തൂക്കി 2 ആണും പെണ്ണും വന്ന് അവർ കണ്ടത്തിന് നടുക്കോട്ട് പോയിരുന്ന് ഉമ്മ വെക്കുകയാണ്. അപ്പോൾ ആൾക്കാർ നോക്കുക, വിടുക. പക്ഷെങ്കില് നമ്മളൊന്ന് ചിന്തിക്കണം, ഈ പഴയ സദാചാരം നടത്തുന്ന അമ്മാവന്മാരുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ പറയുന്ന ഒരു വാക്ക് കപട സദാചാരം എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള അമ്മാവന്മാരുണ്ടായിരുന്നെങ്കിൽ അവരോടി ചെല്ലും, പിടിച്ച് 2 പൊട്ടിയിൽ കൊടുക്കും, ഇതെന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് അത് തിരക്കും, സീനാവും, കോൺട്രയാവും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ പീഡനം കുറയുകയാണ്. ഈയിടെ മലപ്പുറത്തൊരു സമ്പ്രദായം ഉണ്ടായി. ബസ് സ്റ്റോപ്പിൽ എഴുതി വെച്ചു, അമ്മാവന്മാർ എഴുതി വെച്ചു, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞ് ഇവിടെ നിന്നുകൂടാ, ഉടനെ പോകണം. അവിടെ ഒരു അടിയായി. പിള്ളേരുടെ സംഘടനകൾ ഇടപെട്ടു. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കപട സദാചാരമാണെന്നുള്ള ഒരു ധാരണയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു അഡോൾസൻ സ്റ്റേജിൽ പെണ്ണുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഏജിൽ നമ്മൾ സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയുണ്ട്. കാര്യം കുട്ടികള് നിഷ്കളങ്കമായ കുട്ടികളാണ്, അവർ വർത്താനം പറയും. പക്ഷേ ആണുങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ഈ കപടമായിട്ട് സദാചാരം നടത്തുക അത് പറ്റത്തില്ല, അങ്ങനെയെന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ ഈ ഒരു സംരക്ഷണം, പൊതു സംരക്ഷണം അവിടെ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പള്ളിക്കൂടത്തിൽ പണ്ടത്തെ പോലെ അല്ല ടീച്ചേഴ്സ് കൂടുതലായിട്ട് ശിക്ഷണമോ അല്ലെങ്കിൽ സ്നേഹമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പം, ശരീരത്തോ കയ്യേലോ കാലേലോ ഒക്കെ പാടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അബ്യൂസായി, ചൈൽഡ് അബ്യൂസായി. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പോൾ പള്ളിക്കൂടം കഴിഞ്ഞിട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പറയും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. കാര്യം അങ്ങനെ ചോദിക്കുന്നവരെ കപട സദാചാരവാദികൾ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ആ അമ്മാവന്മാര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇത് നടക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനെ ഞാൻ കപട സദാചാരത്തെ ന്യായീകരിക്കുകയല്ല. എന്നിരുന്നാലും ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഒരു സഞ്ചാരം നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനക്കാരനാണ് ഞാൻ. പക്ഷെങ്കിൽ നിർഭാഗ്യവശാല് ഇപ്പോഴത്തെ ആ ഒരു നിയമവ്യവസ്ഥയിൽ അത് പറ്റത്തില്ല, അങ്ങനെ നടക്കാൻ പറ്റില്ല. ഈയിടെ തൃശ്ശൂർ ഒരു സംഭവം നടന്നു. ഒരു 14-കാരൻ ഒരു 30-കാരനെ വെട്ടിക്കൊന്നു. അവിടെ 14-കാരൻ കുത്തിക്കൊന്നതിന്റെ കാര്യം
ഇദ്ദേഹം ഒരു അതായത് 30-കാരൻ ഒരു കപട സദാചാരവാദിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ചോദിക്കാൻ ചെന്നു, ഈ കുട്ടി 14 വയസ്സുള്ള കുട്ടി 2 പെണ്ണുങ്ങളെ വെച്ച് ഇരുട്ടത്തോട്ട് പോകുന്നു, അത് ചോദിക്കാൻ ചെന്നു, അവിടെ കൊല നടക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഡോൾസൻ സ്റ്റേജ്, പെൺകുട്ടിയുടെ അഡോൾസൻ സ്റ്റേജ് കഴിഞ്ഞു, അല്ലെങ്കിൽ രണ്ടുപേരും സെക്ഷലി ആൻഡ് ഇമോഷണലി മെച്ചൂർഡ് ആയതിനു ശേഷം അവരെന്തു ആയിക്കോട്ടെ. പക്ഷെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ, അതായത് അഡോൾസൻ സ്റ്റേജില് സമൂഹത്തിനൊരു ബാധ്യത ഉണ്ടായിരിക്കണം. ഈ കുട്ടി, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു സംഭവം നടന്നായിരുന്നു നമ്മുടെ എറണാകുളത്ത്, ഒരു പോലീസിന്റെ ഒരു സംഭവമാണ്. അതായത് ഒരു ആണും പെണ്ണും പള്ളിക്കുളം വിട്ട് കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു. അത് ഒരു പോലീസുകാരി, പിങ്ക് പോലീസ് ചോദ്യം ചെയ്യുന്നു. ജനങ്ങൾ കൂടുന്നു, പിങ്ക് പോലീസിനെതിരാകുന്നു. അവിടെ പിങ്ക് പോലീസ് ഒരു കപട സദാചാരവാദിയാന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോ പോലീസിനും ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയും. ഈ കുട്ടിയുടെ കാര്യം നടന്നു, ഇനി 60 പേരെ പിടിച്ച് ജയിലിൽ അടച്ചു, കാര്യമുണ്ടോ? ആ കുട്ടിക്കുണ്ടായ ട്രോമ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ആ കുട്ടിയെ നമുക്ക് ഒരു രീതിയിലും രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഉണ്ടാകാതെ ഇരിക്കാനാണെങ്കിൽ ഒരു സദാചാര മൂല്യം വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അതായത് ഈ ഡെവലപ്ഡ് അല്ലാതെ, ഇമോഷണലിയും സെക്ഷലി ഡെവലപ്ഡ് അല്ലാതെ ആ ആൾക്കാർ, നമുക്ക് പോലീസിനും ആർക്കും ഒരു ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നമ്മൾ വലിയ പുരോഗാത്മക അല്ല മോഡേൺ സൊസൈറ്റി ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ അറിയാം, കൊച്ചു പിള്ളേരോട് പോയി, അല്ല 10-18 വയസ്സുള്ള പിള്ളേർ, 17-16 വയസ്സുള്ള പെൺപിള്ളേരോട് അവർ ചിലപ്പോൾ പബ്ബിലായിരിക്കും, മൈക്കുമായിട്ട് ചെന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ബോഡി കൗണ്ട് എത്രയാണ്? ബോഡി കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ബോഡി കൗണ്ട്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ എത്ര ഏജ് എത്രയാണ്? എന്റെ ഏജ് 16 വയസ്സ്. അപ്പൊ അവരുടെ ബോഡി കൗണ്ട് എത്രയാ? ചിലപ്പോൾ ചിലവർ പറയും 5, 10, 15 എന്നൊക്കെ പറയും. അവർക്കത് സർവ്വസാധാരണമായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിയമസംഹിതയിൽ അങ്ങനല്ല, പ്രത്യേകിച്ച് ഈ പോസ്കോ വന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ആർക്കും ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ബാല്യത്തിലുള്ള പിള്ളേരെ തള്ളിവിട്ടിരിക്കുകയാണ് ഒരു കപടമായിട്ടുള്ള ഒരു നിയമവലയം, അങ്ങനെ വേണേൽ പറയാം. എൻ്റെ ഒരു ആശയം മാത്രമാണ്. കാര്യം ഇതിൽ കൂടുതൽ സെക്ഷലി ഒഫൻസ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഇനിയും കാണാം. അപ്പോ ഞാൻ പറയുന്നത്, ഇവർക്ക് പോസ്കോ എന്ന് പറയുന്ന ഒരു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ നിയമത്തെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരല്ല. ഈയിടെ നമ്മുടെ മൊട്ടയൊരു റിപ്പോർട്ടർ ചാനൽ ഒരു ഭയങ്കര വൃത്തികെട്ടമായ ഒരു പോക്കൃതരം കാണിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടിയെ, 17 വയസ്സുള്ള ഒരു കുട്ടിയെ വെച്ച് ഒരു റീൽ ഉണ്ടാക്കുക. ഒരു മാങ്ങാണ്ടി മോറനെ വെച്ച്, അവന്റെ പേര് എന്തോ ഒരു മാങ്ങാണ്ടി മോറന, അവന് ഈ കുട്ടിയോട് ഒരു പ്രേമവും അനുരാഗവും ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ആ റീലിനെ രൂപകൽപ്പന ചെയ്തിട്ട് അത് പ്ലേ ചെയ്ത് അവരുടെ റേറ്റിംഗ് കൂട്ടുകയാണ്. നിർഭാഗ്യം എന്ന് വേണേൽ പറയാം. നിർഭാഗ്യവശാൽ അത് ആ TV വെക്കേണ്ടി വന്നു, അവരുടെ റേറ്റിംഗിൽ പങ്കാളിയാകേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു നിയമസംഹിത അല്ലെങ്കിൽ ഒരു സർക്കാർ ഇതിനകത്തൊരു ഒരു പ്രത്യേക മോഡിഫിക്കേഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യക്കാരനാണ് എൻ്റെത്. ഈ പോസ്കോ നിയമത്തെ പറ്റി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വില്ലേജിലും ഒരു ഗ്രാമസഭ ഉണ്ടാകാം, അല്ലെ? ഈ ഗ്രാമസഭയിൽ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ ഒരു സൈക്കോളജിസ്റ്റിനെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും വെച്ച് നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി ബോധ്യവാന്മാരായിരിക്കണം. പിന്നെ ഏത് സമയത്തും ഇവരെ ഒരു പെൺകുട്ടിയെയും ഒരു അഡോൾസെന്റ് ആയിട്ടുള്ള മെച്ചൂർഡ് അല്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരു ആണിനെയും കണ്ടു കഴിഞ്ഞാൽ അതൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലീസിന് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളില് ഈ ബ്രോക്കൺ ഫാമിലി ആയിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കളെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിൽ അവർ ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ പൊതുധാരണ ഡെവലപ്പ് ചെയ്യണം. അത് പഞ്ചായത്ത് രാജിൽ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ സ്കൂളിൽ തന്നെ ഒരു പേരന്റ് ടീച്ചേഴ്സ് ഇന്ററാക്ഷൻ ഉപരി ഈ ബ്രോക്കൺ ഫാമിലി ആയിട്ടുള്ള പിള്ളേർ, മാനസിക സമ്മർദ്ദം നേരിടുന്ന പിള്ളേരെ കണ്ടെത്തി അവർക്കൊരു സ്പെഷ്യൽ കെയറും ഇൻവിജിലേഷനും കൊടുക്കുക.
പിന്നെ പോലീസിന് ഒരു അമേദ്യമായ ഒരു ബന്ധമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കാനുള്ളത്. വളർന്നിട്ട് പിന്നെ അവരെന്തേലും ആയിക്കോട്ടെ, കാര്യം 20 വയസ്സിന് ശേഷം അവർക്ക് എന്ത് ആകാം, ലീഗലായിട്ടുള്ള എന്തുമാകാം. അതിന് മേളിലുള്ള അതിന് താഴെയുള്ള പിള്ളേരെ, നമ്മുടെ പിള്ളേരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാര്യം ആ കുട്ടിക്ക് ഇമോഷണൽ ആയിട്ട് എത്ര ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.